ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു പേപ്പർ പെയിൻറ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനൊരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഒരു പോയിന്റ് ബ്രഷാണ്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ ഇത് അതിനുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇത് കാണിച്ചിരുന്നു. പിന്നെ വേണ്ടത് ഒരു ലൈറ്റ് പിങ്ക് കളർ പെയിൻ്റ് ആണ്. പിന്നെ വേണ്ടത് നമുക്ക് ട്രീ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ പെയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ബ്രൗൺ പെയിൻറ് തന്നെയാണിത്. അപ്പോൾ ഇതാ ഞാൻ ഒരു യെലവും ബ്ലൂവും റെഡും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു കളർ കിട്ടിയത്. നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് പോയിന്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു ട്രീ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾ ട്രീ വരച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പേപ്പർ യൂസ് ചെയ്യുന്നതിന് പകരം ക്യാൻവാസോ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിതൊരു റൂട്ടൊക്കെ ഉള്ള ഒരു ട്രീ ആണ് വരയ്ക്കുന്നത്. റൂട്ടൊക്കെ ഞാൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ട്രീ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ട്രീ വരച്ചത്. അപ്പം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ബ്രഷും നമുക്ക് പിങ്ക് കളറുമാണ് വേണ്ടത്. അപ്പം നമ്മളിത് ഈ ഒരു പിങ്ക് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് പേപ്പറിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതാ ഈ ഒരു കളറാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാ അതുപോലെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തൊക്കെ ഡിപ്പ് ചെയ്യണം. ഇതേപോലെ വേണം നിങ്ങൾ ചെയ്യാൻ. അതാകുമ്പോൾ നമുക്കൊരു നല്ലൊരു ട്രീയുടെ ലീഫിൻ്റെ രൂപം പോലെ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് കളർ എത്ര ലൈറ്റോ എത്ര ഡാർക്ക് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ പിങ്ക് ചെയ്തത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഓരോരോ സ്ഥലത്തൊക്കെ വൈറ്റൊക്കെ ഞാൻ വൈറ്റ് പെയിൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാ ഈ ഒരു ഭാഗം മാത്രം, ഒരു പകുതി ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ബാക്കി ഞാൻ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാ ഞാനൊരു ഈ ഒരു രീതിയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ സൈഡും ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതാ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഭാഗമൊക്കെ എൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്തിന്. അപ്പം അതൊക്കെ ഞാൻ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ചെയ്യണം. ഇതാ വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഇതെൻ്റെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായ ഒരു പെയിൻ്റാണ്. അതുകൊണ്ട് ഇത് വേഗം തന്നെ ഉണങ്ങി കിട്ടുന്നുമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇതാ ഇതേപോലെ ഓരോരോ സ്ഥലത്തൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാ ഇതേപോലെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് അടിഭാഗത്ത് നമ്മുടെ റൂട്ടൊക്കെയുള്ള പിന്നെ വരച്ച സൈഡിലും ഞാൻ ജസ്റ്റ് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് ഫസ്റ്റ് ചെയ്തിട്ടാണ് പിങ്കിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ ഫസ്റ്റ് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ചെയ്യാൻ മറന്നുപോയി, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതാ ഇതേപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഉണങ്ങി കിട്ടണം. ഉണങ്ങി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എൻ്റെ ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു നല്ല